11 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാൻ 8:11 മുതലുള്ള വചനങ്ങളാണെന്ന് തോന്നുന്നു. മറ്റേ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ കർത്താവിനടുത്തേക്ക് വരുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, മോളെ ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഇനിമേൽ പാപം ചെയ്യരുത്. അപ്പൊ പാപം ഉണ്ടെന്ന് കർത്താവ് കാണിച്ചു കൊടുത്തു. മോളെ നിന്നിൽ പാപമുണ്ട്, തെറ്റുണ്ട് കേട്ടോ, നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, പക്ഷെ ഞാൻ നിന്നെ വിധിക്കുന്നില്ല. എന്തുകൊണ്ട് നീ പാപിയായി, എന്തുകൊണ്ട് നീ പാപം ചെയ്തു, എന്തുകൊണ്ട് നീ പാപത്തിൽ തുടരുന്നു, ഇതിനൊന്നും ഞാൻ വിധിക്കാനോ കുറ്റപ്പെടുത്താനൊന്നും ഞാൻ പക്ഷേ പാപം തെറ്റിലാണോ പാപത്തിലാണോ അത് ചൂണ്ടിക്കാണിക്കുകയും സ്നേഹത്തിൽ അവരെ വിധിക്കാതെ അവരെ പാപത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ. ചിലരെങ്ങനെ അറിയോ, ഞാൻ പറയാൻ പോകുന്നില്ല അച്ഛാ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നം, അതുകൊണ്ട് അത് ചെയ്യരുത്. നമ്മളവരെ തെറ്റാണെന്ന് നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം. തെറ്റ് ചെയ്തിട്ടായിരിക്കും, ചുമ്മാ ഊഹാപോഹങ്ങളൊന്നും ആയിരിക്കരുത്. ചിലരങ്ങനെ ചുമ്മാ ഊഹിച്ച് കടന്ന് കുടുംബ പ്രശ്നം ഉണ്ടാകും. അതിനാണോ താൻ മനുഷ്യൻ ഇങ്ങനെ പറയുന്നത്, അത് എനിക്കറിയാം, അല്ലേലും എനിക്കറിയാം, നിനക്ക് അങ്ങനെ അറിയാം, എനിക്കറിയാം, അതല്ലേലും നീ നിന്റെ വീട്ടുകാർക്ക് എങ്ങനെ ചെയ്യുള്ളൂ എനിക്ക്, നിങ്ങൾക്ക് അങ്ങനെ അറിയാം, അപ്പൊ ഞങ്ങൾ വല്ല ചെയ്തോ, നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ, നിങ്ങൾക്ക് വല്ല തെളിവിന്റെ ആവശ്യമുണ്ടോ, നമ്മൾ അറിഞ്ഞൂടെ, ഇങ്ങനെയൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഊഹിച്ച് ഒരാളെ നമ്മൾ വിധിക്കാതിരിക്കുക, നമുക്ക് അവരെ സ്നേഹത്തിൽ വിധിക്കാതെ സ്നേഹത്തിൽ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. ഇതൊരു അപ്പന്റെയും അമ്മയുടെയും ദൗത്യമാണ്, പങ്കാളിയുടെ ദൗത്യമാണ്. സ്നേഹാവ് പോലും നമ്മെ വിധിക്കുന്നില്ല, പിന്നെ നമുക്ക് ആരെ വിധിക്കാൻ അവകാശമില്ല. ഒരാൾക്ക് തെറ്റ് പറ്റിയതിന്റെ പേരിൽ, ഒരാൾ ഇടറിപ്പോയതിന്റെ പേരിൽ നമുക്ക് അവരെ വിധിക്കാൻ അവകാശമില്ല. ചിലപ്പോ കർത്താവ് പറഞ്ഞ പോലെ നമ്മൾക്ക് മുമ്പ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ചുങ്കക്കാരും ഭാവികളും വ്യഭിചാരികളും ആയിരിക്കും. അപ്പോൾ നമുക്ക് അവരെ വിധിക്കാൻ അവകാശമില്ലെന്നുള്ളതാണ് ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ വിധിക്കാതെ സ്നേഹത്തിൽ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കണം. ഓക്കെ, നമ്മള് എളിമയോടും വളരെ സോഫ്റ്റ് ആയിട്ടും നമ്മൾ അവരെ കറക്റ്റ് ചെയ്യണം. ബന്ധം തകർന്നു പോകുന്ന രീതിയിലായിരിക്കരുത്, നമുക്ക് അവരോടൊരു വെറുപ്പും ദേഷ്യവും ഉള്ളി വെച്ചുകൊണ്ടായിരിക്കരുത്. കർത്താവിന്റെ മനോഭാവം ഹൃദയത്തിൽ സൂക്ഷിച്ചതുകൊണ്ടാണ് ഇവർ നഷ്ടപ്പെടരുത്, ഇവള് നഷ്ടപ്പെടരുത്, എന്റെ അപ്പൻ അമ്മ നഷ്ടപ്പെടരുത്, എന്റെ മക്കള് നഷ്ടപ്പെടരുതെന്നുള്ള ആ ഒരു ആത്മീയ ബോധ്യം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മളിവിടെ തിരുത്തിക്കൊണ്ടിരിക്കുന്നപ്പോഴും. കലവുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ തിരുത്തുന്നത്, അതിന്റെ പേരിൽ അവിടെ അടിമകളുണ്ട് അല്ല. അത് നമുക്ക് അങ്ങനെ ഒരു ആലോചന നമുക്കില്ല. അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമ്മൾ അവസാനിപ്പിക്കുക. പിന്നെ പറയാം, എല്ലാവരോടും സൗമ്യതയുള്ളവരും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. അപ്പൊ നമ്മള് സൗമ്യതയോടും ക്ഷമാശീലത്തോടും കൂടെ ആയിരിക്കണം നമ്മൾ ചില തിരുത്തലുകൾ നടത്തേണ്ടത്. എന്നിട്ട് പറയാണ്, എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം. നമ്മൾ എതിർത്തണം, പിന്നെ നമ്മൾ തിരിച്ചു അതല്ല. എതിർക്കുന്നവരെ എന്തിനാ? ഇവനെ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പരിശ്രമം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കണ്ണുനീരും നമ്മുടെ ആഗ്രഹവും നമ്മുടെ താല്പര്യം എല്ലാം എന്താണ്? ഈ ഒരു ആത്മാവിനെ നേടാന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എളിമപ്പെടാവുന്നതിന്റെ അങ്ങേയറ്റം എളിമപ്പെട്ട് നിന്നിട്ട് സൗമ്യതയോടും എളിമയോടും കൂടെയാണ് നമ്മെ എതിർക്കുന്നവരെ നമ്മൾ തിരുത്തുന്നത്. എന്നിട്ട് പറയാണ്, സത്യത്തെ കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് മടങ്ങി വരാൻ ഉതകുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം. കണ്ടോ, നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ എളിമപ്പെട്ട് നമ്മുടെ ഭാഗത്ത് 100% ശരിയായിരിക്കെ, നമ്മൾ പറയുന്നത് 100% സത്യമായിരിക്കെ, നമ്മൾ എളിമപ്പെട്ട ഒരു ആത്മാവിനെ നേടാൻ തക്ക വിധത്തില് വളരെ ശാന്തതയോടും സൗമ്യതയോടും കൂടെ നമ്മൾ അവരുടെ തിരുത്തലുകൾക്ക് തയ്യാറാകുമ്പോൾ വചനം പറയുന്നത്, ദൈവം അവർക്ക് മടങ്ങി വരാൻ തക്ക വിധത്തിലുള്ള അനുതാപം നൽകിയെന്ന് വരാം. നമ്മൾ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവമാണ് നമ്മുടെ കുടുംബാംഗങ്ങളിൽ പ്രവർത്തിക്കുന്നത്, നമ്മളല്ല. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നഷ്ടപ്പെട്ടു പോയ ഒരു ആത്മാവിനോട് ബന്ധപ്പെട്ട് നമ്മൾ പെരുമാറുമ്പോൾ, ആ സ്നേഹത്തിലും സൗമ്യതയിലും പെരുമാറുമ്പോൾ ദൈവം അവർ അനുതാപം കൊണ്ട് നിറയ്ക്കുന്നത്. എത്രയോ പേരുടെ, എത്രയോ കുടുംബങ്ങളുടെ, എത്രയോ ജീവിതങ്ങളുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ടെന്നറിയോ ഈ അനുഭവത്തില്. അച്ഛൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മകന്റെ കാര്യത്തില്, മകളുടെ കാര്യത്തിൽ. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അച്ഛൻ അവൻ തിരിച്ചു വരുമെന്ന്. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അച്ഛൻ ഞങ്ങളുടെ മകളെ തിരിച്ചു കിട്ടുമെന്ന്. ഒരിക്കലും വിചാരിച്ചതല്ല അച്ഛൻ എന്റെ ജീവിത പങ്കാളി ഇതുപോലെ ആകുമെന്ന്. തമ്പുരാൻ കരുണ കാണിച്ചതാ അച്ഛാ. ഞങ്ങള് കുറ്റം പറഞ്ഞില്ല അച്ഛാ, ഞങ്ങള് അതിന്റെ പേരിൽ ഞങ്ങള് മാറ്റി നിർത്തിയില്ല അച്ഛാ, അതിന്റെ പേരിൽ ഞങ്ങള് ഗരാവ് ചെയ്യാൻ പോയില്ല അച്ഛാ. ദൈവം പ്രവർത്തിച്ച അച്ഛാ.